വെൽക്കം എവ്രി വൺ. ഇന്ന് നമ്മൾ കേന്ദ്രീയ വിദ്യാലയയുടെ പ്രാക്ടീസ് പേപ്പറാണ് ആൻസർ ചെയ്യാൻ പോണത്. ഫസ്റ്റത്തെ ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രിയിലെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എയിലെ ക്വസ്റ്റ്യനാണ്, 1 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ പോയിൻറ്റ് 5, -7 ലൈസ് ഇൻ ഏത് ക്വാഡ്രൻറ്റിലാണ്? വിച്ച് ക്വാഡ്രൻറ്റ്? ഏത് ക്വാഡ്രൻറ്റ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെല്ലാം എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താ? എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ്, വൈ കോർഡിനേറ്റും നെഗറ്റീവ്. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിൻറ്റ് 5, -7. അപ്പോൾ ഫസ്റ്റത്തെ പോസിറ്റീവും സെക്കൻഡ് വൈ കോർഡിനേറ്റ് എന്താ? നെഗറ്റീവും വരുന്നത് ഏത് ക്വാഡ്രൻ്റാണ്? ഏത് ക്വാഡ്രൻ്റാ? ഇതാണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോയിൻറ്റ് ലൈസ് ഓൺ ദ എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ ഉള്ള പോയിൻ്റ് ഏതാണ്? എക്സ് ആക്സിസിലെ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. മറക്കരുത്, എക്സ് ആക്സിസിൽ ഉള്ള പോയിൻറ്റിൽ, എക്സ് ആക്സിസിലുള്ള പോയിൻറ്റ്സിലെ എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ ആക്സിസിലുള്ള പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതിൻ്റെയാണ് വൈ കോർഡിനേറ്റ് 0 ആയിട്ട് വരുന്നത്? ഏത് പോയിൻ്റാണ്? ആദ്യത്തേത് എക്സ് കോർഡിനേറ്റ് ആണ് 0, സെക്കൻഡ് വൺ എന്താ? വൈ കോർഡിനേറ്റ് 0. അപ്പോൾ ഏത് പോയിൻ്റാണ്? ദിസ് വൺ, ബി, 5, 0 ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which point is equidistant from the x-axis and y-axis? x-axisൽ നിന്നും y-axisൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലിരിക്കുന്ന പോയിൻ്റ് ഏതാണ്? ഏതായിരിക്കും? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ ഓപ്ഷൻസ്? 3, 3, 4, 5, -2, 3, 5, 0. ഏതായിരിക്കും? എളുപ്പമാണ്, 3, 3 തന്നെ അല്ലേ? 3, 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. വൈ ആക്സിസിൽ നിന്ന് 3 യൂണിറ്റ്സ് ആണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. അതുപോലെ എക്സ് ആക്സിസിൽ നിന്നും 3 യൂണിറ്റ്സ് തന്നെയാണ് ഈ പോയിൻ്റ് ഇരിക്കുന്നത്. അതായത് 3, 3 ഈസ് ദ ആൻസർ. ഇഫ് എ പോയിൻ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് എ പോയിൻ്റ് ഈസ് 4 യൂണിറ്റ്സ് അവേ ഫ്രം ദ ഒറിജിൻ അലോങ് ദ എക്സ് ആക്സിസ് ഇറ്റ് ക്യാൻ ബി. ഒരു പോയിൻ്റ് 4 യൂണിറ്റ്സ് അവേ ഫ്രം ദ ഒറിജിനാണ്, ഒറിജിനിൽ നിന്ന് 4 യൂണിറ്റ്സ് അകലെയാണെങ്കിൽ, എക്സ് ആക്സിസിൽ അലോങ് ദ എക്സ് ആക്സിസ് ആണെങ്കിൽ ഏതായിരിക്കും ആ പോയിൻ്റ്? 4, 0 ഓർ -4, 0, 0, 4 ഓർ 0, -4, 3, 3 ഓർ -3, -3, 2, 2 ഓർ -2, -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോയിൻ്റ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള പോയിൻ്റ് ഏതാണ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ പോയിൻറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? നെഗറ്റീവും പോസിറ്റീവ്. എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരുന്നത് ഏതാ? 6, 3 രണ്ടും പോസിറ്റീവ്, -4 +5. അതായത് ഇതാണ് ആൻസർ അല്ലേ? ആദ്യം എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ രണ്ടും നെഗറ്റീവാണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് -2, -3 ആൻഡ് -2, 4 ഈസ്. എന്താണ് ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ്? ഈ രണ്ട് പോയിൻറ്റ്സിലും എക്സ് കോർഡിനേറ്റ്സ് എന്താണ്? സെയിം ആണ്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റാണ്. എക്സ് കോർഡിനേറ്റ് സെയിം ആയിട്ട് വരാണെങ്കിൽ ആ ലൈൻ എന്തായിരിക്കും? വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് സെയിം ആയിട്ട് വരാണെങ്കിൽ, എക്സ് കോർഡിനേറ്റ് സെയിം എന്ന് വെച്ചാൽ എന്താ? വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? എക്സ് കോർഡിനേറ്റ്. അപ്പോൾ വെർട്ടിക്കൽ ലൈനാണ്. ഇതാണ് വൈ ആക്സിസ്. ഇതൊരു വെർട്ടിക്കൽ ലൈനാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എല്ലാം സെയിം ആയിരിക്കും. അതായത് വെർട്ടിക്കൽ ലൈനായിരിക്കും ഇഫ് എക്സ് കോർഡിനേറ്റ്സ് ആർ സെയിം. അപ്പോൾ വെർട്ടിക്കൽ ലൈനാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് മാത്രമായിരിക്കും. കാരണം എക്സ് കോർഡിനേറ്റ് എന്താണ്? സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് വെർട്ടിക്കൽ ലൈനിൻ്റെ ലെങ്ത്ത് കിട്ടാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കിട്ടാനായിട്ട്. ഇനി നേരെ തിരിച്ച്
വൈ കോർഡിനേറ്റ് ആണ് സെയിം എന്നുണ്ടെങ്കിൽ അത് എങ്ങനത്തെ ലൈനായിരിക്കും? അത് ഹൊറിസോണ്ടൽ ലൈനായിരിക്കും. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്താ? x2 മൈനസ് x1 ആൻഡ് വെർട്ടിക്കൽ ലൈനിൻ്റെ ഡിസ്റ്റൻസ് y2 മൈനസ് y1. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് -2, -3, -2, +4. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ -2ഉം -2ഉം എക്സ് കോർഡിനേറ്റ്സ് സെയിം. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടാൽ മതി. അതായത് 4 മൈനസ് y1 എന്താ? -3 ഈക്വൽ ടു എന്താ? 4 + 3 അല്ല, നെഗറ്റീവും വരുമ്പോൾ ഇതെന്താവും? പോസിറ്റീവ് ആവും. ദാറ്റ് ഈസ് 7 യൂണിറ്റ്സ്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ഡിഫറൻസ് ഉണ്ട്? ഡിസ്റ്റൻസ് ഉണ്ട് 7 യൂണിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് -3, 5 ആൻഡ് 1, 1? തന്നിരിക്കുന്നതിൽ ഏത് പോയിൻ്റാണ് ഈ തന്നിരിക്കുന്ന 2 പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് വരാം? -3, 5 ആൻഡ് 1, 1. -3, 5ഉം 1, 1ഉം ആണ് പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പോൾ x1, y1 ആണ് പോയിൻ്റ്, x2, y2 ആണ് എൻഡ് പോയിൻറ്റ്സ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്തായിരിക്കും? മിഡ് പോയിൻ്റ് ഈക്വൽ ടു x1 + x2/2 ആൻഡ് y1 + y2/2. ഇതാണ് മിഡ് പോയിൻറ്റിൻ്റെ XY കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കണം -3, 1ഉം ആണ്, x1 + x2. അപ്പോൾ എന്തായിരിക്കും? -3 + 1/2, y1 + y2 എന്താ? 5 + 1/2 ഈക്വൽ ടു -2/2 ഈക്വൽ ടു -1. 5 + 1 എന്താ? 6. 6/2 എന്താ? 3. ദാറ്റ് ഈസ് -1, 3 is the midpoint of these 2 points. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോയിന്റ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ്? തേർഡ് ക്വാഡ്രൻറ്റിലുള്ള പോയിൻ്റ് ഏതാണ്? തേർഡ് ക്വാഡ്രൻറ്റിലെ 2 കോർഡിനേറ്റ്സും എന്താണ്? നെഗറ്റീവാണ് അല്ലേ? തേർഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവും ആണ് വരാം. അപ്പോൾ അത് ഏതാണ്? ഇവിടെ -4, -7. അപ്പോൾ C is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അസേർഷൻ റീസൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്ന അസേർഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1,4 ആൻഡ് 110 ഈസ് 6. റീസൺ, ഇഫ് 2 പോയിൻറ്റ്സ് ഹാവ് ദ സെയിം എക്സ് കോർഡിനേറ്റ്, ഡിസ്റ്റൻസ് ഈക്വൽസ് ദ ഡിഫറൻസ് ഓഫ് വൈ കോർഡിനേറ്റ്സ്. നമ്മളിപ്പോൾ കണ്ടുള്ളൂ അല്ലേ? നേരത്തെ ചെയ്ത ആ പ്രോബ്ലത്തിൽ എന്താണ്? എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ കോർഡിനേറ്റ് സെയിം ആയിട്ട് വരുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാണുക? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ 10 - 4 ആണ് 6 കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റീസണും എന്ത് തന്നെയാണ്? കറക്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതായത് എന്താണ്? ബോത്ത് A and R are true. Assertion and reason are true and R is the correct explanation of A. R എന്ന് പറയുന്നത് എന്താണ്? അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഇത്? 10 - 4 ആണ് 6 കിട്ടിയത്. അതാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് അസേർഷൻ റീസണും ഈസി തന്നെയാണ്. നോക്കിയേ, മിഡ് പോയിൻ്റ് ഓഫ് 2, 8 ആൻഡ് 6, 4 ഈസ് 4, 6. റീസൺ, മിഡ് പോയിൻ്റ് ഫോർമുല ഈസ് x1 + x2/2, y1 + y2/2. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് എന്താ? അസേർഷൻ്റെ റീസൺ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ് അല്ലേ? മിഡ് പോയിൻ്റ് ഫോർമുലയാണ്. 2 + 6/2 എന്താ? 8/2, 4. അടുത്തത് 8 + 4/2 ദാറ്റ് ഈസ് 12/2, അതാണ് 6. കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാ? ഫസ്റ്റത്തെ ഓപ്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. ബിയിലെ ക്വസ്റ്റ്യൻസിന് 2 മാർക്സ് ആണുള്ളത്. ദ കോർഡിനേറ്റ്സ് ഓഫ് 2 ടൗൺസ് ആർ A 35 and B -19. A courier wants to go from A to B in a straight path. Find the distance between the 2 towns.
എന്താണ് ടൗൺസ് എന്നൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് 2 പോയിൻറ്റ്സ് ആണ്. എ എന്താണ് 3, 5 ആണ്, ബി എന്ന് പറയുന്നത് -1, 9 ആണ്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവരെങ്ങനെയാണ് പോണത്? സ്ട്രെയിറ്റ് പാത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഡിസ്റ്റൻസ്? ക്വസ്റ്റ്യനിൽ ആദ്യത്തെ പോയിൻ്റ് എവിടെയാണ്? എ 3, 5, ബി എന്താ -1, 9. അപ്പോൾ ഇത് നമുക്ക് x1, y1 ആൻഡ് let this be x2, y2. Then the distance will be, distance equals root of x2 minus x1 the whole square plus y2 minus y1 the whole square, or we can take x1 minus x2 the whole square plus y1 minus y2 the whole square. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിവിടെ x2, ഏത് x2 -1 minus x1 minus 3 whole square plus y2 9 minus 5 whole square equal to -1 -3 is -4 square plus 9 minus 5 is also 4 but +4 square equals 16 plus 16 equals root 32. 32 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ? 32 equals 8 into 4, which means 2 into 2 into 2 into 2 into 2. Then root 32 will become 2 ഒരെണ്ണം എടുക്കുക, ഈ 2ഉം ഒരെണ്ണം എടുത്തു. ഇനി ഇവിടെ എന്താ ഉള്ളത്? റൂട്ട് 2, ദാറ്റ് ഈസ് 4 root 2. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ 2 ടൗൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 4 root 2 or root 32. 12th question. A park has 2 entrances at P21 and Q85. A security guard walks along the straight path joining the entrances. Find the distance he walks. ഒരു പാർക്കിന് 2 എൻട്രൻസസ് ആണുള്ളത്. ഒന്ന് P21 കോർഡിനേറ്റ്, ക്യൂവിൻ്റെ കോർഡിനേറ്റ് 85. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് സ്ട്രെയിറ്റ് പാത്തിൽ ഈ എൻട്രൻസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? ഈ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. സോ പി എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? 21, Q85. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? x1, y1. Let this be x2, y2. Then the distance equals root of x2 minus x1 the whole square plus y2 minus y1 the whole square. അപ്പോൾ x2 എന്താ ഇവിടെ? 8. x1 എന്താ? 2. അപ്പോൾ x2 minus x1 എന്താ? 8 minus 2 square. y2 minus y1. y2 എന്താ ഇവിടെ? 5 minus y1 that is 1 square equals 8 minus 2 is 6 square. 5 minus 1 is 4 square equal to 36. 6 square is 36. 4 square is 16 equal to 52. 52 equals 4 into 13. അപ്പോൾ റൂട്ട് 52 എന്തായിരിക്കും? റൂട്ട് 4 is 2. 2 root 13. Next 14th question. Find the value of y such that distance between P2 -3 and Q10y is 10 units. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ കോർഡിനേറ്റ്സ് എക്സും വൈയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ക്യൂ എന്ന പോയിൻറ്റിൻ്റെ എന്താ? ഓൺലി എക്സ് കോർഡിനേറ്റ് ഈസ് ഗിവൺ. വൈ കോർഡിനേറ്റ് വി ഹാവ് ടു ഫൈൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വൈ കോർഡിനേറ്റ് ആണ്. ആൻഡ് ഓൾസോ ഡിസ്റ്റൻസ് ഈസ് ഗിവൺ ആസ് 10 യൂണിറ്റ്സ്. 10 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പി ആൻഡ് ക്യൂവിൻ്റെ ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. ആദ്യം പോയിൻ്റ് ഏതാ? പി പോസിറ്റീവ് ടു -3 ആൻഡ് ക്യൂ 10y. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് x1, y1, ഇത് x2, y2 എടുത്താൽ ഡിസ്റ്റൻസ് ഈക്വൽസ് root of x2 minus x1 that is 10 minus 2. What is 10 minus 2? 8 square plus y2 minus y1. Here y2 is y അല്ലേ?
ഇവിടെ y2 നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ y2ന് പകരം y മൈനസ് y1. y1 ഈസ് -3 square which is given as 10 units. 8 square equals √64 plus y plus 3. നെഗറ്റീവ് വരുമ്പോൾ എന്താവും y plus 3 all square equal to 10. സ്ക്വയറിങ് ദി ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ മൊത്തം സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താവും? ഈ റൂട്ട് പോവും. ദാറ്റ് ഈസ് 64 പ്ലസ് y പ്ലസ് 3 ഓൾ സ്ക്വയർ ഈക്വൽ ടു 10ൻ്റെ സ്ക്വയർ എന്താവും? 100. സിംപ്ലിഫൈ ചെയ്യുക. 64 പ്ലസ് y പ്ലസ് 3 ഓൾ സ്ക്വയർ a പ്ലസ് b ദ ഹോൾ സ്ക്വയർ ഈക്വൽസ് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഹിയർ a ഈസ് എന്താ? y ആൻഡ് b 3. അപ്പോൾ a സ്ക്വയർ മീൻസ് y സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b 2 ഇൻറ്റു y ഇൻറ്റു 3 ദാറ്റ് ഈസ് 6y പ്ലസ് b സ്ക്വയർ ദാറ്റ് ഈസ് 3 സ്ക്വയർ 9 ഈക്വൽ ടു 100. y സ്ക്വയർ പ്ലസ് 6y 64 പ്ലസ് 9 ഈസ് 73 ഈക്വൽ ടു 100. ഈ 73നെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ എന്താവും? y സ്ക്വയർ പ്ലസ് 6y ഈക്വൽസ് 100 പ്ലസ് 73 ഈക്വൽ ടുൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? -73 ഈക്വൽ ടു 27. y സ്ക്വയർ പ്ലസ് 6y ഈക്വൽസ് 27. y സ്ക്വയർ പ്ലസ് 6y 27നെ ഈക്വൽ ടുൻ്റെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെന്താവും? -27 ഈക്വൽ ടു 0. ഇവിടെ എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ ദ വേരിയബിൾ y കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് y. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സമ്മ് +6 ആൻഡ് പ്രൊഡക്റ്റ് -27 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ടു നമ്പേഴ്സ് whose sum is +6 and the product is -27. +9 and -3. Sum എന്താ? 9 plus -3 is +6. 9 into -3 is -27. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടി 9 ആൻഡ് -3. നമുക്കിതിനെ എങ്ങനെ എഴുതാം? y പ്ലസ് 9 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു 0. എന്ത് ചെയ്തു? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമ്മൾ രണ്ട് ലീനിയർ ഇക്വേഷൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. മനസ്സിലായല്ലോ? അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നത് നമ്മൾ എന്ത് ചെയ്തു? ലീനിയർ ഇക്വേഷൻസ്, 2 ലീനിയർ ഇക്വേഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടി. ദാറ്റ് ഈസ് y പ്ലസ് 9 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു 0. ഇത് ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. ഇത് രണ്ടും 0 ആവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? y പ്ലസ് 9 0 ആണെങ്കിൽ എന്തായിരിക്കും? y ഈക്വൽ ടു ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ 0 മൈനസ് 9 -9. y മൈനസ് 3 ഈക്വൽ ടു 0 ആവണമെങ്കിൽ y എന്താവും? y ഈക്വൽ ടു 3. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? വാല്യൂസ് ഓഫ് y. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്, വാല്യൂ ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റിൽ s ഇട്ടിട്ടുണ്ട്. അപ്പോൾ yക്ക് എന്താ? മോർ ദാൻ 1 വാല്യൂ ഉണ്ടാവാം. അപ്പോൾ നമുക്കിവിടെ 2 വാല്യൂസാണ് കിട്ടിയത്. y ഈക്വൽ ടു -9, y ഈക്വൽ ടു +3.